ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. 26-ാം സങ്കീർത്തനം. ഇവിടെ ദാവീദ് തൻ്റെ തന്നെ നിഷ്കളങ്കത്വം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. 26 തുടങ്ങുന്നത്, യഹോവേ എനിക്ക് ന്യായം പാലിച്ചു തരണമേ, ഞാൻ എൻ്റെ നിഷ്കളങ്കതയിൽ നടക്കുന്നു, ഞാൻ ഇളകാതെ യഹോവയിൽ ആശ്രയിക്കുന്നു. യഹോവേ എന്നെ പരീക്ഷിച്ച് ശോധന ചെയ്യണമേ, എൻ്റെ അന്തരംഗവും എൻ്റെ ഹൃദയവും പരിശോധിക്കണമേ. ഇവിടെ നിഷ്കളങ്കതയും നേരുമൊക്കെ നമുക്ക് അപ്രൈറ്റ്നസ്, നല്ല നീതിയായിരിക്കും. അപ്രൈറ്റ്നസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രിറ്റി എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ കൈമുതലായിരിക്കണം. അതായത് ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു വെണ്ടുരുത്തി പാലം പണിത ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഈ വെണ്ടുരുത്തി പാലം പണിത ഒരു ജർമ്മൻ എഞ്ചിനീയറാണ്. അപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ബ്രിട്ടീഷ് ഒരു എഞ്ചിനീയർ ഗവൺമെൻറ്റിനോട് പറഞ്ഞു, അധികാരത്തോട് പറഞ്ഞു, ഇദ്ദേഹം ശരിയായിട്ടല്ലേ പാലം പണിതിരിക്കുന്നത്. പക്ഷേ ജർമ്മൻ എഞ്ചിനീയർ മനോഹരമായിട്ടാണ് പാലം പണിത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന ദിവസം അതിന് മുമ്പ് ഒരു ടെസ്റ്റിംഗ് ഇത് നടത്തുകയാണ്. അപ്പോൾ മണൽ കയറ്റിയ ഗുഡ്സ് ട്രെയിൻ, തീവണ്ടിപ്പാലം, വെണ്ടുരുത്തി തീവണ്ടിപ്പാലം, അതിന് മുകളിൽ കൂടെ കടന്നു പോകാൻ വലിയ ഭാരം കയറ്റിയ തീവണ്ടിയിൽ കടന്നു പോകുമ്പോൾ ഈ ജർമ്മൻ എഞ്ചിനീയർ എന്ത് ചെയ്തു? അദ്ദേഹം ഒരു വള്ളത്തിൽ അതിൻ്റെ പാലത്തിൻ്റെ കീഴിൽ തൻ്റെ കുടുംബങ്ങളോ, തൻ്റെ പിതാവ് ഒരു എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹത്തെയും കൂട്ടി തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ആ പാലത്തിൻ്റെ അടിയിൽ പോയി വള്ളത്തിലിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പാലം പൊളിയുകയാണെങ്കിൽ അതിനകത്ത് തങ്ങൾ അപായപ്പെട്ടു പോകട്ടെ എന്ന്. അത്ര ഉറപ്പായിരുന്നു അദ്ദേഹത്തിന്. കാരണം നിർമ്മലതയോടെ ചെയ്തു വന്ന്, നിഷ്കളങ്കതയോടെ ചെയ്തു വന്ന്, കോഴ വാങ്ങാതെ ചെയ്തു വന്ന് അദ്ദേഹത്തിന് അത്ര ഉറപ്പായിരുന്നു പറയുന്നത്. ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്താലും, ചെറിയ കാര്യം ചെയ്താലും വിശ്വസ്തയോടെ ചെയ്യാൻ, ദൈവം എന്നെ കാണുന്നു എന്നുള്ള, നമ്മുടെ ജോലി സ്ഥാപനങ്ങളായിരിക്കാം, നമ്മുടെ ഓരോ ഇതിലായിരിക്കാം, നമ്മൾ ഏൽപ്പിക്കുന്ന, നമ്മൾ ഇടപെടുന്ന കാര്യങ്ങൾ വിശ്വസ്തരായിരിക്കണം. ദൈവം എന്നെ കാണുന്നു. ആര് കാണുന്നില്ലെങ്കിലും എൻ്റെ പ്രവൃത്തികൾ ദൈവം കാണുന്നു. നമുക്കൊരു ചിന്തയും നമ്മുടെ പ്രവൃത്തികളെല്ലാം നല്ലതായിരിക്കും. ചെറിയ കാര്യം പോലും നമ്മൾ നല്ലതുപോലെ ചെയ്യും. അതാണ് അതിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഒരു വളരെ സമ്പന്നനായ മാറിയൊരു വ്യക്തിയുടെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദേഹം ജോലി അന്വേഷിച്ച ഒരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടെ ഒരു ഹോട്ടലിൽ ഈ പ്ലേറ്റ് കഴുകുന്ന ഇതിലാണ്. അവിടെ പ്ലേറ്റ് കഴുകുന്നതിൽ അവർക്കൊരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പ്ലേറ്റ് കഴുകൊണ്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് ചെറുതായിട്ട് അടിച്ചിട്ട് പറഞ്ഞു, നിന്റെ മുഖം ഈ പ്ലേറ്റ് കാണുന്നവരെ ശുദ്ധിയായിട്ട് കഴുകാൻ പറഞ്ഞു. അന്ന് പഠിച്ച ആ പാഠം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏത് ജോലി ചെയ്താലും നന്നായിട്ട് ജോലി ചെയ്യാൻ പരിശ്രമിച്ചു അദ്ദേഹം. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ ഉന്നമനത്തിലേക്ക് നയിച്ചു. അപ്പോൾ ഈ നിഷ്കളങ്കതയും നേരും ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് നമ്മളെപ്പോഴും നന്മയിലേക്ക് നയിക്കും. അതിനൊക്കെ നമുക്ക് വേണ്ട ദൈവകൃപയാണ്, ദൈവ സാന്നിധ്യമാണ്, പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോൾ മനുഷ്യർക്ക് അസാധ്യമായ ദൈവത്തിന് സകലം സാധ്യമാണ്. നമുക്ക് സാധിക്കാത്ത ഒന്നുമില്ല. നമുക്ക് പലതും അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് സകലം സാധ്യമാണ്. നമ്മൾ ദൈവങ്ങൾ കൊടുത്താൽ ദൈവം നമ്മളെ പണിയും, പുതുക്കും, ശുദ്ധീകരിക്കും, കഴുകും, വെടിപ്പാക്കും. തൻ്റെ ഇഷ്ടം പോലെ ദൈവം മനഞ്ഞുകൊള്ളും. ഒരു കുശവൻ്റെ കയ്യിൽ കളിമണ്ണ് പോലെ, ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കയ്യിൽ ആ സ്വർണ്ണം കണക്കെ നമ്മൾ വിട്ടുകൊടുത്താൽ മതി, ദൈവം നമ്മളെ പണിതുകൊള്ളും. അതിന് മനസ്സോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്ന് മറുവിലയായി തീർന്ന് രക്തം ചിന്തി ഞങ്ങൾ വീണ്ടെടുത്ത് ഞങ്ങളുടെ കർത്താവായ യേശുവേ, ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തമല്ല, ഞങ്ങൾ നീ ഇതിൽ രക്തം ചിന്തി വിലയ്ക്ക് വാങ്ങിയതുകൊണ്ട് ഞങ്ങൾ നിൻ്റെ സ്വന്തമാണെന്ന് അറിയുന്നു. ഞങ്ങളുടെ ആത്മദേഹി ദേഹത്തെ സമ്പൂർണ്ണമായ നിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം പോലെ ഞങ്ങളെ പണിയണമേ കർത്താവേ. എപ്പോഴും നിന്നെ സ്തുതിപ്പാനും ദൈവ സാന്നിധ്യവും ഞങ്ങൾക്ക് തരണമേ, ദൈവഭയം ഞങ്ങൾക്ക് തരണമേ. എല്ലാം ദൈവം കാണുന്നു എന്ന് ചിന്തയിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവാൻ ദൈവമേ, അവിടെ ഞങ്ങളെ സകല സത്യത്തിൽ വഴി നടത്തും എന്നുള്ളതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. ആവശ്യമായിരിക്കുന്ന ജ്ഞാനവും എല്ലാം ഞങ്ങൾക്ക് പകർന്നു തരണമേ. തിരുനാമം ഞങ്ങൾക്ക് കൂടെ മഹത്വപ്പെടുത്തണമേ. നിന്റെ ദിവ്യ സാക്ഷികളാക്കി ഞങ്ങളെ മാറ്റണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടെങ്കിൽ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ.